ഇന്നൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക മുറിക്കലും ഒരിക്കലും അത് എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെ ടിപ്സുകളൊക്കെ കൂടി അടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഒന്ന് എല്ലാവരും നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ചക്കയൊന്നുമില്ല, ഞങ്ങൾ ചക്ക വാങ്ങുകയാണ് ചെയ്യുക പൈസ കൊടുത്തിട്ട്. ഇത് വാങ്ങിയതല്ല, ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് പഴുക്കാൻ വേണ്ടി വെച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് ഇപ്പോൾ അത് പഴുത്തത്. ഇത് ഞാൻ നോമ്പിനെടുത്ത വീഡിയോ ഉണ്ട്, അപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല. നമ്മൾ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുക്കുക. കത്തിൻ്റെ വായ്ക്കൽ നല്ലപോലെ വെളിച്ചെണ്ണ തേക്കുക. വെളിച്ചെണ്ണ തേച്ചിട്ട് മുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കത്തിയിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അത് ചക്ക മുറിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ വിളഞ്ഞൊക്കെ ഞാനൊരു കടലാസും കൊണ്ട് തന്നെ ഇതാക്കി എടുക്കുന്നുണ്ട്. കടലാസും കൊണ്ടോ അല്ലെങ്കിൽ ചകിരിയും കൊണ്ടൊക്കെ എടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ, നല്ല പോലെ അങ്ങോട്ട് കിട്ടും. ഇനി ഇത് ഞാൻ 2 തുണ്ടും പാടൊന്നും മുറിച്ചെടുക്കുന്നില്ല. ഞാൻ ഒരു തുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ അയൽവാസികൾ ചക്കയോ മാങ്ങയോ എന്തുണ്ടെങ്കിലും ചേട്ടലുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കണം. അങ്ങനെ 2 കൂട്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി ഞാനവിടെ മേൽഭാഗത്തെ പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ മുറിച്ചെടുക്കണുള്ളൂ. ഇത് ചക്ക അങ്ങനെ ഇരുന്ന് തിങ്ങിപ്പഴുത്തിട്ടാ എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ മൂട് ഒരു ജാതി കളർ വ്യത്യാസം വന്നിട്ട് അളിഞ്ഞിരിക്കല്ല. എൻ്റെ വീട്ടിലൊക്കെ നിറയെ പ്ലാവും മൂച്ചിയും ഒക്കെ വന്നിട്ട് ചക്കയും മാങ്ങയൊക്കെ നിറയെ ഉണ്ടായിരുന്നു, എല്ലാം ഓമക്കായി. ഇവിടെ പാലക്കാട് നാട്ടിൽ പിന്നെ അതൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ ചക്ക വേണമെന്നുണ്ടെങ്കിൽ വാങ്ങൽ. ഒരു പ്രാവശ്യം ചക്ക 300 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് അത് കൊടുന്ന് എന്താ പറയുക, മൂക്കാത്ത ചക്കയായിരുന്നു. അങ്ങനെ കേടുവന്ന് പോയി, പുഴുകിയിട്ട് കേടുവന്നപ്പോൾ പഴുത്തൊന്നുമില്ല. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുറിക്കണ വീഡിയോ ഒക്കെ ഇട്ടത്. ഒരു ഷോർട്ടിൻ്റെ പോലത്തെ ഒരു വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ, ചെറിയൊരു കുഞ്ഞു വീഡിയോ, 4 മിനിറ്റിൻ്റെ ഒരു വീഡിയോ. പിന്നെ അതാ ഇങ്ങനെ ഈ കളർ വ്യത്യാസം വന്ന ഭാഗം ഞാൻ മുഴുവനായിട്ട് മുറിച്ച് കളയുന്നുണ്ട്. ആ ഭാഗം ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് അളിഞ്ഞിരിക്കല്ലെങ്കിലും ആ ഭാഗത്തൊരു കളർ വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. പിന്നെ ആ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കൂന് ഭാഗം മുറിച്ചെടുക്കുന്നുണ്ട്. മേൽഭാഗത്തെ കൂന് മുഴുവനായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് ചക്ക മുറിക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. കൂന് മേൽഭാഗം ഒന്ന് ചെത്തിയെടുത്തതിന് ശേഷം നമ്മൾ കത്തിയും കൊണ്ട് ഒന്ന് ഇങ്ങനെ കൊണ്ട് കുഴിച്ചെടുത്താൽ മുഴുവനായിട്ടുള്ള കൂനും പുറത്ത് കിട്ടും. കൂഞ്ഞ് എന്നൊക്കെ പറയും. അതുകൊണ്ട് കളഞ്ഞ് പറഞ്ഞാൽ പിന്നെ ചുള പറിക്കാൻ എളുപ്പമാണ്. ചുളയൊക്കെ നല്ല വലിപ്പമുള്ള ചുളയാണ് കേട്ടോ. പിന്നെ നമ്മളിത് സ്റ്റോർ ചെയ്യണത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയ സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ നല്ല കണ്ടെയ്നർ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ബോക്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് വേറെ രീതിയിലാണ് ഞാൻ സ്റ്റോർ ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ പിന്നെ അങ്ങനെയല്ല, ഇതുപോലെ തന്നെ ഇങ്ങനെ ചുള പറിച്ചിട്ട് കുരുവും ചുളയും വേറെ ആക്കുന്നുണ്ട്. ഇനി കുരുവോട് കൂടിയിട്ട് ചുളയിൽ കുരുവോട് കൂടിയിട്ട് വെച്ചാലും കേടുവരില്ല കേട്ടോ. കുരുവും കേടുവരുന്നില്ല, ചുളയും കേടുവരുന്നില്ല. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ്, അപ്പോൾ ഒന്നും കേടുവരുന്നില്ല. ഇല്ല ഇനി ചുള മാത്രം നമ്മളിതൊക്കെ വിളഞ്ഞി എന്താ പറയുക, ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് ചുള മാത്രമായിട്ട് നിങ്ങൾ സിപ്പിലോ കവറിലാക്കി വെച്ചാലും ഒരു പൊട്ട് പോലും കേടുവരില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഒക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. പറിച്ചെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുമ്പിൽ ഇതുപോലെ തന്നെ വേറൊരു ചക്ക കിട്ടിയപ്പോൾ ഒരു മകൻ്റെ വേറൊരു കൂട്ടുകാരൻ ചക്ക കൊടുത്തപ്പോൾ അത് പൂളച്ചക്കയായിരുന്നു, പഴഞ്ചക്ക പറയില്ല. അത് പിന്നെ പറിച്ചിട്ട് അതങ്ങനെ തന്നെ ഞങ്ങൾ ഇതതുപോലെ വെച്ചു. ഇതാണ് കേട്ടോ, ചെറിയ ചുളയായിരുന്നു. ഇത് പഴഞ്ചക്കയാണ്, ചെറിയ ചുളയാണ്. അപ്പോൾ പിന്നെ കുരുവോട് കൂടി തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു. അത് ഞാൻ പിന്നെ വലിക്കണതും സ്റ്റോർ ചെയ്യണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്ന് ചക്ക പറിക്കുമ്പോൾ ആദ്യം ഞാൻ വെച്ചത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ചെറിയ ബോക്സുകളിലോ അല്ലെങ്കിൽ സിപ്പിലോ കവറിലോ ആക്കിയിട്ടാണ് ഞാൻ ഇതും എടുത്ത് വെക്കുന്നത്. നിങ്ങളും ചെയ്ത് നോക്കിയില്ല, ചെയ്യാത്തവരാണെങ്കിൽ ഓക്കെ.